അറിയാലോ ആദ്യത്തെ വിവാഹം തന്നെ എങ്ങനെയാ മുടങ്ങിയത് എന്നുള്ളത്. ക്ഷമ ഇല്ലാഞ്ഞിട്ടല്ലേ, അവർക്ക് പറ്റായിട്ടല്ലേ. അത് പിന്നെ അമ്മായിയമ്മ ഇച്ചിരി സ്വഭാവം മോശമാണ്. ഇത് പിന്നെ ആൻറ്റി തന്നെയല്ലേ. എത്രയാണെങ്കിലും ഏത് ആൻറ്റി ആണെങ്കിലും ഇനി ഉമ്മാൻ്റെ അനിയത്തി ആണെങ്കിലും ഇത്താത്തമാരാണെങ്കിലും ഒക്കെ ആര് വീട്ടിലും കുറച്ച് ദിവസം കഴിഞ്ഞാൽ പിന്നെ നമ്മളെ സ്വഭാവങ്ങൾക്കൊക്കെ അവർ മാറ്റം കണ്ടെത്തും. ഏത് കുടുംബമായിട്ടും കാര്യമില്ല. അതുകൊണ്ട് കുറച്ചൊക്കെ ശ്രദ്ധിക്കണം. ഇനി ഇവിടുന്ന് മോളങ്ങോട്ട് വന്നാൽ ഇനി ഉമ്മാക്കും ഉപ്പാക്കും എല്ലാവരും കുറ്റം കണ്ടെത്തും. മക്കളെ വളർത്തു ദോഷാണ് എന്നൊക്കെ പറയും. ഇപ്പൊ തന്നെ ആൻറ്റി പറഞ്ഞിട്ടില്ലായിരുന്നു ഈ. അപ്പോൾ അത് ഇനി കേൾപ്പിക്കരുത്. ജോലി എടുക്കാൻ വയ്യെങ്കിലും ആൻറ്റി എന്ത് പറയണേലും മിണ്ടാതിരുന്നാൽ മതി. തിരിച്ചൊന്നും പറയണ്ട. അമ്മ എനിക്ക് ക്ഷമ വരുന്നില്ല. ഇവര് കാണിക്കലൊക്കെ കാണുമ്പോഴേ ഞാൻ വിചാരിക്കും ജോലിക്ക് കൂടി കൊടുക്കണം, അതേപോലെ തന്നെ നല്ലപോലെ പെരുമാറണം എന്നൊക്കെ. പക്ഷെ നമ്മളെ വീട്ടിലത്തെ പോലെയല്ല. ഇവിടെ ഓരോന്ന് കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരികയാണ്. പിന്നെ ഇനി ആൻറ്റി സമ്മതിച്ചാലും റഷീദ് അവിടെ വന്ന് നിൽക്കുന്ന എനിക്ക് തോന്നണില്ല. എന്തായാലും ഒന്ന് പറഞ്ഞു നോക്കി. മോക്കറിയാലോ അവൻ്റെ സ്വഭാവം. അത് കാരണം ഓൻ അവിടെ നിന്ന് വന്ന് നിൽക്കൂല, അവൻ്റെ ഉമ്മാനെ വിട്ടുങ്ങാണ്ട്. അതുകൊണ്ട് മോള് ക്ഷമിച്ചിവിടെ നിൽക്ക്. മങ്ങൾ അതെന്തായാലും ഒന്ന് ഉപ്പാനോട് ചോദിക്കാൻ പറയും. റഷീദ് വരൂല, എനിക്കും അതാ തോന്നുന്നു. ഞാൻ എന്തായാലും ഇപ്പാനോടൊന്ന് പറയാട്ടോ, റഷീദിനോട് അവിടെ വന്ന് നിൽക്കാൻ പറ്റുമെന്ന്. ആൻറ്റി എനിക്ക് ആദ്യമൊക്കെ നല്ല സപ്പോർട്ട് ചെയ്യും. ഇപ്പൊ ആൻറ്റി എന്താണാവോ ഇങ്ങനെ? അത് എന്തുകൊണ്ടാ? അന്ന് ആൻറ്റിനെ ഹെൽപ്പ് ചെയ്യാഞ്ഞിട്ട് ഓരോന്ന് പറഞ്ഞിട്ടല്ലേ അത്രക്ക് ദേഷ്യം വരാൻ കാരണം. അപ്പോൾ മോള് നല്ല സമാധാനമായിട്ട് ഇവിടെ നിന്നാൽ മതി. ഞാൻ അന്നേ പറഞ്ഞതല്ല ആൻറ്റിൻ്റെ അടുത്ത് എനിക്കൊരു പണിയെടുക്കാനൊന്നും അറിയില്ല എന്നില്ല കാര്യമൊക്കെ. പിന്നെ എന്തിനാ ഇപ്പോൾ ഇതാ ഓക്ക് വയ്യാന്നൊക്കെ പറഞ്ഞാണ്ട് ഇന്നെ വെച്ച് കൊണ്ട് ചെയ്യിപ്പിക്കണത്? എനിക്ക് തോന്നുകയാണേ ഒരു 3 ആളും കൂടി ചേർന്ന് ഇന്നൊരൊറ്റപ്പെടുത്തുകയാണോ എന്നൊരു സംശയം. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, എൻ്റെ കാട്ടിക്കൂട്ടലും പെരുമാറ്റവും ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ആൻറ്റി അന്ന് നിന്ന് വീട്ടിൽ പോയിക്കോന്നൊക്കെ പറഞ്ഞത്. അതിനില്ലേടാ വരുത്തണ്ട, ഈ ഇവിടെ നിന്നോ. റഷീദിന് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തെങ്ങാണ്ട് ആൻറ്റിക്കും വേണ്ടതൊക്കെ ചെയ്തു കൊടുത്ത് ഇവിടെ നിന്നാലുള്ളൂ അവന് അന്നെ ഇഷ്ടം ഉണ്ടാവുള്ളൂ. അന്നെ ഇഷ്ടപ്പെട്ട് തുടങ്ങുമ്പോൾ റജിലാനോട് ഓനിക്കൊരു വെറുപ്പായിക്കോളും. അതൊക്കെ ഇനി വഴിയുള്ളൂ. അല്ലാതെ ദേഷ്യപ്പെട്ട് നിന്നാൽ ഇത് നടന്ന് മുന്നോട്ട് പോകുന്ന എനിക്ക് തോന്നണില്ല. അതുകൊണ്ട് ഇനി സഹിച്ചേ പറ്റുള്ളൂ. ഞാൻ ശ്രമിക്കാമ്മ, അത്ര എന്നെ കൊണ്ട് പറയാൻ പറ്റുള്ളൂ. ഫസ്റ്റൊക്കെ വന്ന് കയറിയപ്പോൾ റഷീദിന് എന്നോട് ഭയങ്കര സ്നേഹമായി. അപ്പോൾ ഹണിമൂണിന് കൊണ്ടുപോകലും ട്രിപ്പ് പോകലും ഓരോന്ന് വാങ്ങിച്ചുകൊണ്ടുവന്നരലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ എന്താണാവോ, ഇപ്പൊ സമയം കിട്ടിയാലൊക്കെ റജിലാന്റെ പിന്നാലെ പോവാ. ഞാൻ തന്നെയാണ് റഷീദിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കല്. ഫുഡ് ഉണ്ടാക്കലൊക്കെ പിന്നെ റജിലയാണ്, അതൊക്കെ എടുത്തു കൊണ്ടുവന്ന് കൊടുക്കല് ഞാൻ തന്നെയാണ്. പിന്നെ ആൻറ്റിൻ്റെ ഒന്നും ചെയ്യാൻ എനിക്ക് വയ്യ. എന്താ ആൻറ്റിക്ക് കയ്യിനും കാലിനൊന്നും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെന്താ, പിന്നെ റജിലയാണ് കുക്കിംഗ് ഒക്കെ ചെയ്യണത്, വീട്ടുപണിയൊക്കെ. പിന്നെന്താ, എനിക്ക് എൻ്റെ കാര്യങ്ങൾ നേരത്തിനോട് ചെയ്ത് നല്ലതിലൊക്കെ എനിക്ക് ദേഷ്യം വരികയാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോണതാണ്. ഞാൻ എന്തായാലും ശ്രമിച്ചു നോക്കാം. റഷീദ് ഇപ്പം എന്തായാലും ആൻറ്റീനെ വിട്ട് പോരലൊന്നും ഉണ്ടാവില്ല. ഉപ്പാക്ക് നല്ല സങ്കടമുണ്ട്. പിന്നെ ആൻറ്റി വിളിച്ചങ്ങാട്ട് ഉപ്പാനോട് ഓരോന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊന്നും ഇനി മോള് ആവർത്തിക്കല്ലേ. നമ്മ പോട്ടെ കേട്ടോ. ആ ശരി എന്നമ്മ. പിന്നെ അമ്മ തടിയൊക്കെ കുറേ പോയിക്കണം കേട്ടോ. തടിയൊക്കെ നല്ല ശ്രദ്ധിക്കണേ. എന്നാ അമ്മ പോട്ടെ കേട്ടോ. ശരി എന്നാല്. ഇപ്പാനോട് അന്വേഷണം പറയും. ആ ശരി എന്നാല്. ഞാൻ തുണിയാള് വിരിച്ചിടാൻ വേണ്ടി ഇങ്ങനെ വന്നതാണ്. ഇക്ക, എനിക്കൊരു കാര്യം പറയാണ്ടായിനി. വീട്ടിലിങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നിട്ടാ എനിക്കറിയില്ല, ഞാൻ ഒറ്റപ്പെട്ട പോലെ ഒരു തോന്നൽ എനിക്ക്. അതൊക്കെ എനിക്ക് വെറുതെ തോന്നണം. അങ്ങനെയൊന്നുമില്ല. എന്താ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കി ചെയ്തു തരുന്നില്ലേ? എനിക്ക് ഇനി എന്തുവാണെങ്കിലും എന്നോട് പറയാം. എന്തുണ്ടെങ്കിലും ഞാൻ ചെയ്തു തരുകയും ചെയ്യും. പിന്നെ ആവശ്യം ഉണ്ടെങ്കിലും എനിക്ക് ഇക്കാൻ്റെ മുന്നിൽ ഇങ്ങനെ കൈ നീട്ടിയിട്ട് വേണ്ടേ? ഇക്കാക്കാണെങ്കിൽ 2 ആളെയും നോക്കണ്ടേ? എനിക്ക് എൻ്റെതായിട്ട് എന്തെങ്കിലും ഒരു സാധനം മേടിക്കാനെങ്കിലും ഞാനൊന്ന് എന്തെങ്കിലും പണിക്ക് പോയാലോ? പണിക്ക് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വീട്ടുപണിക്ക് കേട്ടോ, അല്ലാത്തൊന്നും ഇപ്പം എനിക്കറിയില്ലല്ലോ. അതൊന്നും വേണ്ട, ഒരു പണിക്കും പോകണ്ട. എന്താ എനിക്ക് പണിക്ക് പോകണമെന്ന് എത്ര? ഞാൻ അങ്ങനെ വല്ലതും ചെയ്യും, എനിക്കങ്ങനെ തോന്നുന്നു.
എത്രയാണെങ്കിലും എൻ്റെ ജീവിതത്തിൽ ആദ്യം വന്നു വെച്ചല്ലേ, എനിക്കൊരു കുറവും വരാതെ എന്താണ് ഞാൻ നോക്കും. നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ വാങ്ങി തരൂലെന്ന് കരുതിയിട്ടല്ല. നിങ്ങളെ മുന്നിലായിരുന്നു ഞാനിങ്ങനെ കൈ നീട്ടിയിട്ട് വേണ്ടേ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നോട് ഞാൻ പറഞ്ഞില്ല എനിക്ക് എന്താ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോന്ന്. ഇജിപ്പോൾ വീട്ടുപണിക്ക് പോയിട്ട് വേണം എൻ്റെ കാര്യങ്ങൾ നടത്താൻ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അത്യാവശ്യം പഠിപ്പും വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായിട്ട് അങ്ങനെ ഒരു ജോലിയാണെന്നുണ്ടെങ്കിൽ തിരക്കിടില്ല. ഇതിപ്പോൾ അതുമല്ലല്ലോ. ആരാൻ്റെ പേരിൽ പാത്രം കഴുകാൻ പോയാണ്ടെന്ന് വെച്ചാൽ എൻ്റെ കാര്യങ്ങൾ നോക്കേണ്ട സാഹചര്യം ഒന്നും ഇപ്പോൾ ഇവിടെ ഇല്ല. അതിനൊന്നും പോകണ്ട. എനിക്ക് സമയം കിട്ടിയിട്ടില്ല. ഇനി ഒരു ദിവസം ഞാൻ വരണ്ട്. ആ ആ ആ ആയിക്കോട്ടെ. ആ കുഴപ്പമൊന്നുമില്ല. ആ ഞാൻ വിളിക്കാട്ടോ. ആ ശരി, ഇപ്പോൾ വിളിക്കാം. ഈ റഷീദ് ഇവളെ പിന്നാലെ നടക്കാനാണെങ്കിൽ പിന്നെ എന്നെന്തിനാ കല്യാണം കഴിച്ച്? ഇതെന്തായാലും പാടില്ല, എങ്ങനെ വിട്ടാൽ പറ്റൂല. കുറേ ഞാൻ കണ്ണും ചിമ്മി നടന്നിക്കണേ. ഇനി ഇത് നടക്കൂല. എന്തെങ്കിലും ഒരു വഴി പെട്ടെന്ന് കാണണം. എന്ത് പണിയോ കൊടുക്കുക? റഷീദിന്റെ മനസ്സിൽ അത്രക്ക് വെറുപ്പാകണ എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റുള്ളൂ. അതിപ്പോ എന്തായിരിക്കും? എന്തെങ്കിലും ഒന്ന് ചെയ്യണം. പഠിച്ചോനെ, കടക്കാൻ പഠിച്ചോനെ, എൻ്റെ കുട്ടികളൊക്കെ കാത്തി രക്ഷിച്ച് തമ്പുരാനെ. പഠിച്ചോനെ കാത്തി രക്ഷിക്ക് തമ്പുരാനെ, അടങ്ങാറക്കല്ലേ. അത് ആ മൂത്രയിച്ചാൽ മറന്നല്ലോ. അല്ലാ, ലൈറ്റൊക്കെ ഓഫാക്കിയിട്ട് ഇപ്പോൾ ഇനി എവിടെ തപ്പി പിടിച്ചെങ്ങാണ്ട്. ആയി കടന്നാ നീച്ചാലൊരടങ്ങാറ്. പറയാല്ല, മൂത്രയിച്ച് കിടക്കാൻ എന്നും മറക്കും. ഇതെവിടെ പോയി? എന്നെ കാണുന്നില്ലല്ലോ. ആ ബാത്റൂമിലാണ്. ഇതെന്നെ പറ്റിയ അവസരം. കഥ ഇനി പുതിയ വഴിത്തിരിവിലേക്ക് കാത്തിരുന്ന് കാണാം. ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.